Good evening. 2018 ഇംഗ്ലീഷ് ചെയ്യാൻ പോണം. എല്ലാവരും 2 യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ യൂണിറ്റ് 1 തന്നെ മിസ്റ്റീരിയസ് പിക്ചർ. Read the excerpt from the story, The Mysterious Picture, and answer the questions that follow. ഫസ്റ്റ് പാരഗ്രാഫിൽ തരുന്ന നമ്മൾ ലെസൺ തുടങ്ങുമ്പോൾ തന്നെ അല്ലേ, ദ മിസ്റ്റീരിയസ് പിക്ചർ ഓർമ്മ ഉണ്ടല്ലേ? ചൈൽഡ് പാഠമാണ്. Tile and his courtiers. So he is going to Archduke of Battenberg on his donkey. പാരഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. He is appointed as a court painter. പിന്നെ എല്ലാവരും വിട്ടികളാക്കുകയാണ്. So Tile, in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. His clothes and appearance attracted everyone's attention. എന്താണ് എല്ലാവരും അറ്റൻഷൻ അവനെ എന്ത് കണ്ടിട്ടാണ് അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്? ക്ലോത്ത്സും അപ്പിയറൻസും. എന്തായിരുന്നു അവന് എന്തിന്റെ പുറത്തായിരുന്നു? കഴുതപ്പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. His cap was set smartly on his head and the 3 bright feathers on it danced in the breeze as he rode. So he has put a cap. Capil 3 feathers ഉണ്ട് and it was dancing. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey. We don't allow any loafers here." Loafers means ഇങ്ങനെ ആലി തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റില്ല, എവിടേക്ക്? കൊട്ടാരത്തിലേക്ക്. You and your donkey already look like skeletons. അപ്പൊ എന്തിന്റെ പോലെയാണ്? സ്കെൽട്ടൻസ് പോലെ, നിങ്ങളെ കണ്ട തിന്നാനൊന്നും കിട്ടാത്ത പോലെ മെലിഞ്ഞ ശരീരമാണ്. അപ്പൊ നിങ്ങൾക്ക് പാഠം ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും അല്ലെ? ദ മിസ്റ്റീരിയസ് പിക്ചർ എങ്ങനെയാണ് ടൈല് എല്ലാവരെയും ഫൂൾ ചെയ്യണത്. ആൻഡ് ഹി ഗോസ് അവേ ഫ്രം ദ പാലസ്. So he is going to the palace of Archduke of Battenberg on his donkey. എന്താ ഡോങ്കിയുടെ പേര്? ജെഫ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How did Tile reach the palace? എങ്ങനെയാണ് ടൈല് പാലസിലേക്ക് എത്തിയത്? He reached the palace on his donkey and he was wandering from court to court. എങ്ങനെയാണ്? How did Tile reach the palace? എങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് എത്തി? എങ്ങനെ എത്തിയത്? He reached his donkey. The main entrance. ആരാണ് മെയിൻ എൻട്രൻസിൽ നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്തത്? The captain of the guards. ആരാണ്? The captain of the guards. ഇതിൽ തന്നെ ഉത്തരമുണ്ട്. Captain of the guards. Captain of the guards. So what was attractive in Tile's appearance? എന്താണ് അട്രാക്ട് ചെയ്തത്? His clothes. His clothes was attractive in Tile. And what was on his head? ആ മൂന്നാമത്തെ ലൈൻ നോക്കുക. His cap. On his cap there were 3 bright feathers. അപ്പൊ എന്താണ്? His clothes and on his head there was 3 bright feathers. Pick out the word from the passage which were a person who wastes his time instead of working. ഏതാണ് വേർഡ്? ഒരു മനുഷ്യന് സമയം വേസ്റ്റ് ചെയ്യണതിന് എന്താ പറയാ? സമയം വേസ്റ്റ് ചെയ്തിട്ട് ഒരു പണിയും ചെയ്യാതെ തിരിഞ്ഞ് നടക്കണേനാണ് എന്ത് പറയുന്നു? ഒന്ന് ഗസ് ചെയ്ത് നോക്കി അതിൽ ഏത് വേർഡ് ആവുന്ന ആ പാസേജ് വായി. നിങ്ങൾക്ക് മീനിങ് തരും. ആ മീനിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേർഡ് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് കണ്ടുപിടിച്ച ഏതാവുന്ന ഏതാണ്? Tile in the course of wandering. So one is അലഞ്ഞു തിരിഞ്ഞിറക്കുക. From court to court, rode to the palace of the Archduke Battenberg on his donkey. Battenberg അല്ലെ? His clothes and appear attracted. ആകർഷിക്കുക. അപ്പൊ അതല്ല അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ടഫ് ഉള്ള വേർഡ് ഏതൊക്കെ തോന്നുക, അപ്പൊ അത് നോക്കുക ആദ്യം. അപ്പൊ എവരി വൺസ് അറ്റൻഷൻ. അറ്റൻഷൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെ ശ്രദ്ധ പിടിച്ചു പെടുക, അതൊക്കെയാണ്. His cap was set smartly on. Smartly പറഞ്ഞാൽ smartly dressed ഒക്കെ പറയില്ലേ? Head and the 3 bright feathers on it danced in the breeze as he rode. He rode.
അപ്പോഴോ at the main entrance to the palace, the captain of the guards called out him, "Hey, fellow on the road, we don't allow any loafers here." Word loafers passage, which means a person who wastes his time instead of working. അപ്പൊ ഏതാണത് വേർഡ് loafers. His cap was set smartly on his head. Identify the noun phrase in the subject position. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സെന്റൻസ് തരുമ്പോൾ ശ്രദ്ധിക്കുക എന്താണ് ഹിസ് ക്യാപ് വാസ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ അറിയേണ്ടത് ഓക്സിലറി വെർബ്സ് എന്താണ്, മോഡൽ ഓക്സിലറീസ് എന്താണ്, വെർബുകൾ എന്താണ്. ഇങ്ങനത്തെ സെന്റൻസ് തരുമ്പോ നിങ്ങളുടെ ആദ്യം നമ്മൾ നോക്കുക ഓക്സിലറി വെർബ്സ് ഉണ്ടോ. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്? ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ് അത് നോട്ട് ചെയ്യുക കേട്ടോ. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്. ഇതൊക്കെയാണ് ഓക്സിലറി വേർബ്സ്. അപ്പൊ ഇതിൽ നമുക്ക് വാസ് വന്നിട്ടുണ്ട് ഓക്സിലറി. അപ്പൊ വാസിന്റെ മുമ്പ് ഉള്ളത് അതിന് എന്താ പറയാ, നൗൺ ഫ്രേസ്. വാസ് തൊട്ടിട്ട് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് പറയണത് ഏതാണ്, ഏതാണ് വെർബ് ഫ്രേസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ തുടക്കമുള്ള സെന്റൻസിന്റെ എന്താ പറഞ്ഞ ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ സബ്ജക്ട് പൊസിഷൻ. അപ്പൊ ഹിസ് ക്യാപ്പ് ആണ് ഹിസ് ക്യാപ്പ്. ഹിസ് ക്യാപ്പ് ആണ് നൗൺ ഫ്രേസ്. അപ്പൊ ഏത് സെന്റൻസ് കിട്ടിയാലും എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ആ സെന്റൻസിന്റെ എന്താണ് സെന്റൻസിന്റെ തുടക്കമുള്ള ഭാഗം അത് നമ്മൾ എന്താ പറയാ സബ്ജക്റ്റ്. അവസാനമുള്ള ഭാഗം ഓൺ ഹിസ് ഹെഡ് തൊട്ടിട്ട് അതിനെന്താ പറയാ ഓബ്ജക്റ്റ്. അപ്പൊ സബ്ജക്ട് പൊസിഷനിൽ ഏതാണ് സബ്ജക്ട് പൊസിഷൻ, ഹിസ് ക്യാപ്പ്. അപ്പൊ എവിടെയാണ് നമ്മൾ ഓക്സിലറി വെർബ് മോഡൽ ഓക്സിലറീസ് ഒക്കെ വരുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. അല്ലെ വെർബിന്റെ മുമ്പുള്ള വേർഡ്സ് ആണ് ഏത് നൗൺ ഫ്രേസ്. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോ നൗൺ ഫ്രേസ് പറയണത് ഏതാണ്, നൗൺ ഫ്രേസ് പറയണ ഓക്സിലറി വെർബിന്റെ മുമ്പ് വരുന്നതാണ് നൗൺ ഫ്രേസ്. ഒരു സെന്റൻസ് തുടക്കമുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു, സബ്ജക്റ്റ്, പിൻഭാഗത്തിന് ഓബ്ജക്റ്റ്. അപ്പോ സബ്ജക്ട് പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രേസ് ഏതാണ്, ക്യാപ്. Next, read the lines from the poem Taj Mahal and answer the questions. Taj Mahal is known as one of the 7 wonders of the world. So Taj Mahal was built by, Emperor of India. He was the Emperor of India. The country India. Shah Jahan. That life, youth and wealth, renown. He was famous. Renown means he was famous for life, youth and wealth. All flowed down the stream of time. എല്ലാ സമയത്തിന്റെ അരുവിയിൽ your only dream was to preserve. Means Shah Jahan's only dream was to preserve the what he wants to build a എന്തോ ഒരു സാധനം ഒരിക്കലും മായാത്ത ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തോ പണിയണം എന്നാണ് ഷാജഹാന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതെന്നും പ്രിസർവ് ഫോർ എവർ. പ്രിസർവൻസ് എന്നും ശരിക്കും നശിക്കാതെ ഇരിക്കണം. യുവർ ഹാർട്ട്സ് പെയിൻ. ഷാജഹാന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നു, ഷാജഹാന്റെ ഭാര്യയുടെ മരണം. അതാരായിരുന്നു, മുംതാസ്. അപ്പൊ മുംതാസിന്റെ ഓർമ്മയ്ക്ക് ഒരു എന്തോ ഒരു വസ്തു ഉണ്ടാക്കണം. അതൊരിക്കലും എന്താണ് നശിക്കാൻ പാടില്ല. ഇറ്റ് വിൽ റിമെയിൻ ഫോർ എവർ. ദ ഹാർഷ് തണ്ടർ ആൻഡ് ഇംപീരിയൽ പവർ വുഡ് ഫേഡ് ഇൻ ടു സ്ലീപ്. എന്താണ് ആ ഇംപീരിയർ ഭരണാധികാരി രാജ്യശക്തിയൊക്കെ അല്ലേ, അത് ഒരിക്കലും വുഡ് ഫേഡ് ഇൻ ടു സ്ലീപ്. ഭാവി ചരിത്രത്തിൽ അത് ഒരിക്കലും എന്താണ്
ഫേഡ് ആവാൻ പാടില്ല, ഒരിക്കലും മങ്ങി പോവാൻ പാടില്ല. Like his sunset's crimson splendor, but it was your way to creep the sky, to cry. So what the the point, ആരാണ് അതിന്റെ പോയിന്റ്? എന്താണ് ഇമ്പീരിയൽ പവറിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് കമ്പയർഡ് ടു ഹാർഷ് thunder ഓഫ് ഇമ്പീരിയൽ പവർ. So the poem, who has written the poem? First you have to identify എല്ലാം ആരൊക്കെ ഇത് എഴുതിയത്, പിന്നെ ഇതിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പോയം. പിന്നെ വാട്ട് ഈസ് imperial power compared to? What is imperial power compared to? എന്തായിട്ടാണ് imperial ഇത് കമ്പയർ ചെയ്തെന്ന്? imperial power. ഇവിടെ നോക്ക, പോയം നോക്കിക്കേ. The harsh thunder of imperial power. emperor ആയിരുന്നു. ആരായിരുന്നു emperor? Auditory image from the means കാണുന്നത്. ഓഡിറ്ററി പറഞ്ഞാൽ എന്താണ്? കേൾക്കണം. അപ്പൊ ഇതിൽ ഏതാണ് കേൾക്കണ ശബ്ദം? ഓഡിറ്ററി ഇമേജ് ഏതാണ്? ഓഡിറ്ററി ഇമേജ് എന്താണ്? ഓഡിറ്ററി പറഞ്ഞ കേൾക്കണ ശബ്ദം ഹാഷ് thunder. പിന്നെന്താണ്? ഹീവ്ഡ് സായ്. ഹീവ്ഡ് സായ് പറഞ്ഞ എന്താണ്? ദീർഘശ്വാസം വലിക്കണത്. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിക്കണം, ഇതില് ഏതൊക്കെയാണ്? ഹാഷ് thunder, എന്താണ് ഇതിൽ പറയണത്? ഇമേജ്. AUDITORY. ഓഡിറ്ററി ഇമേജ്. അപ്പൊ ഇതില് ഓഡിറ്ററി ഇമേജ് ഏതാണ്? ഹാഷ് thunder. ഓഡിറ്ററി ഇമേജ് ശരിക്കും പഠിക്കുക. What are the things that would float away down the stream of time? ഏതൊക്കെയാണ് ഒഴുകി പോണത്? വാട്ട് ആർ ദ തിങ്സ്? എന്തൊക്കെയാണ് സമയത്തിന്റെ അരവിൽ എല്ലാം ഒഴുകി പോണത്? എന്താണ്? ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനൗൺ, ഫേമസ്. എന്തൊക്കെയാ ഒഴുകി പോണത്? Youth, wealth, renown. So they all float away down the stream of time. Next,
Your only dream was to preserve forever your heart's pain. Whose dream was to be preserved? Whose dream? Your only dream. ആരുടെ ഡ്രീം പ്രിസർവ് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത്? ഇവിടെ അവളുടെ മുംതാസ് മഹലിന്റെ മരണത്തിന്റെ ആ ഒരു എന്തോ ഒരു വസ്തു, ഒരിക്കലും മായാത്ത വസ്തു നമുക്ക് പ്രിസർവ്. സോ വാട്ട് ദ പോയിറ്റ് വാണ്ട്സ് ടു പ്രിസർവ്? എന്താണ് of his beloved wife Mumtaz. എന്താണ് ആഗ്രഹിക്കും? members to be Shahjahan's, the memories of the Mumtaz Mahal, his wife, Shahjahan's wife's memories to be preserved, his dream. Whose dream was it? Shahjahan's. The memories, memories of his Shahjahan's wife Mumtaz memories was to be preserved. Shahjahan's beloved wife Mumtaz memories was to be preserved. അപ്പോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഈ പോയത്തില് ഓഡിറ്ററി ഇമേജ് ഉണ്ട്, പിന്നെ വിഷ്വൽ ഇമേജസ് ഒക്കെ അല്ലേ, സിമിലി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓർമ്മിച്ചൊക്കെ ഇതിനെ അതില് പോയറ്റി ഡിവൈസ് ഏതൊക്കെയുള്ള സിമിലി ഉണ്ട്, പിന്നെ വിഷ്വൽ ഇമേജസ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും പഠിക്കണം, വിഷ്വൽ ഇമേജസും ഇതൊക്കെ. അപ്പോ ഇതില് നമ്മള് എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ്, ഇത് റൈമിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതും, പിന്നെ ഇതിൽ വേർഡിന്റെ മീനിങ് തന്നിട്ടുണ്ട്, മീനിങ് തരും, ആ വേർഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോ ഇതാ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ മീനിങ്സ് നിങ്ങൾക്ക് തരും, വേർഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഇതിന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് റിനൗൺ പറഞ്ഞാൽ എന്താണ്? ഫേമസ് ആണ് അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് നിങ്ങൾക്ക് വരും. അപ്പൊ അതൊക്കെ നന്നായി നോക്കുക. പോയറ്റി ഡിവൈസസ് ഏതൊക്കെയാണ്? സിമിലി ഉണ്ട്, വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്. സിമിലി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ലൈക്കും ആസും വെച്ചിട്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇത് അടുത്ത ഇതില് ഓരോ സ്റ്റാൻസിൽ ഇതന്നെ സ്റ്റാൻസ് തരില്ല, വേറെ സ്റ്റാൻസിൽ എന്തൊക്കെയുള്ളത് അതും കൂടി ഒന്ന് നോക്കണം. അപ്പോ നമ്മളുടെ ഈ പോയത്തിലുള്ള നോക്കും. അപ്പോ അടുത്തത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോണത്. അടുത്ത ചോദ്യം എന്താണ്? നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് പുറത്തുനിന്നാണ് വരിക. Read the following passage and answer the questions that follow. അപ്പോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ പുറത്തുനിന്നാണ് വരിക ഈ ചോദ്യം. അടുത്ത ചോദ്യം പുറത്തുനിന്നാണ്, ടെക്സ്റ്റിൽ നിന്നല്ല കേട്ടോ. അപ്പോ ഒരു there lived a carpenter. എന്താണ് കാർപ്പൻറ്റർ പറഞ്ഞാൽ? മരപ്പണി എടുക്കുന്ന ആള് കേട്ടോ. And with years of experience, he decided to retire and to live a more leisurely retired life with his wife and family. അപ്പൊ എന്താണ്? കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്ത് തീരുമാനിച്ചു? എന്താണ്? റിട്ടയർ ആവാൻ. ഇനി ജീവിതം ലെഷർലി മീൻസ് ഫ്രീ ആയിരുന്ന ലെഷർ ടൈം ഒക്കെ പണിയൊന്നും എടുക്കാതെ റിട്ടയർഡ് ലൈഫ് കുടുംബത്തിന്റെ ഒപ്പം ചെലവഴിക്കാന്ന് തീരുമാനിച്ചു.
He told his contractor about his decision. കോൺട്രാക്ടറോട് പറഞ്ഞു തീരുമാനം ജോബ് എന്ന് മനസ്സിലായോ? നമ്മള് ഒരു മെയിൻ മാനേജർ കോൺട്രാക്ടർ ഉണ്ട്, അതിന്റെ കീഴിലാണ് ഇയാൾ പണിയെടുക്കുന്നത്, കാർപ്പൻറ്റർ. ദ കോൺട്രാക്ടർ ഫെൽറ്റ് എ ലിറ്റിൽ അപ്സെറ്റ്. പക്ഷെ കോൺട്രാക്ടറിന് എന്തായി, വിഷമായി. ദാറ്റ് ഹിസ് ഗുഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് കാർപ്പൻറ്റർ. അപ്പൊ ഈ കാർപ്പൻറ്റർ നല്ല മനസ്സുള്ളതും പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുമാണ്. വാസ് ലീവിംഗ് ദ job, but he requested the carpenter to build just one more house for him. കാർപ്പൻറ്ററോട് പറഞ്ഞു, ലാസ്റ്റ് ആയിട്ട് നീ ഏതായാലും റിട്ടയർ ആവാൻ റിക്വസ്റ്റ് ചെയ്തു, എന്താണ്, ജോലി വിടുന്നതിന്റെ മുമ്പ് എനിക്കൊരു വീട് പണിത് തരാന്. The carpenter agreed with the contractor, but his heart was not in his work. അപ്പൊ എന്താണ്, ശരി കാർപ്പൻറ്റർ സമ്മതിച്ചു, ശരി, ബട്ട് ഹിസ് ഹാർട്ട് ഹൃദയ മനസ്സ് അവന്റെ ആ പണിയിലായിരുന്നില്ല. ആസ് ഇറ്റ് യൂസ് ടു ബി. അപ്പൊ നമ്മൾ ഏത് പണിയെടുക്കലും നമ്മൾ നല്ല മനസ്സോടെ ചെയ്യണം. വേണോ വേണ്ട ചെയ്താല് അത് ശരിയാവില്ല. He resorted to cheap workmanship and used inferior materials for building the last house for his career. അങ്ങനെ എന്താണ്, അയാൾ ഉപയോഗിച്ചതോ, ചീപ്പ് പറഞ്ഞ വില കുറഞ്ഞ വസ്തുക്കളാണ്, വർക്ക്മാൻഷിപ്പ് പറഞ്ഞ അതില് ആ ജോലി ചെയ്യേണ്ട വസ്തുക്കളൊക്കെ, ആൻഡ് യൂസ് ഇൻഫീരിയർ സുപ്പീരിയർ പറഞ്ഞ വലിയ വലിയ ഇപ്പം സിമെന്റും ഇതൊക്കെ ക്വാളിറ്റി ഇല്ലാത്തൊക്കെ ഉപയോഗിച്ചാൽ അങ്ങനെ, അതുപോലെ ചീപ്പായിട്ട് വില കുറഞ്ഞ വസ്തുക്കളാണ് ആ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്, വീട് നിർമ്മാണത്തിന്. അപ്പൊ വില കുറഞ്ഞുള്ള വസ്തുക്കള്. ഇറ്റ് വാസ് ആൻ അൺഫോർച്ചുനേറ്റ് ആർട്ടിക്കിൾസ് വന്നോണ്ടാട്ടോ, ആർട്ടിക്കൽ എ ആൻഡ് ദ ആണ്. അപ്പൊ ആൻ എപ്പോഴാണ് വവൽസ് വരുന്നതിന്റെ മുമ്പാണ് ആൻ ഉപയോഗിക്കുക. വേ ടു എൻഡ് ഹിസ് കാരിയർ. വെൻ ദ കാർപ്പൻറ്റർ കംപ്ലീറ്റഡ് ദ ഹൗസ് ദ എംപ്ലോയർ കെയിം ടു സീ ഇറ്റ്. അങ്ങനെ എന്താണ്, അവസാനമായിട്ട് ഒരു ഇത് പണി തരാൻ പറഞ്ഞു. വെൻ ദ കാർപ്പൻറ്റർ കംപ്ലീറ്റഡ് ദ ഹൗസ് ദ എംപ്ലോയർ കെയിം ടു സീ ഇറ്റ്. അങ്ങനെ ആർക്കാണ് അത് ചെയ്തു കൊടുക്കണ, അവര് കാണാൻ വന്നു. It looked around the house and then handed the front door key to the carpenter. എല്ലാം നോക്കി. He looked around the house and then handed the front door key to the carpenter ന് കൊടുത്തു. This is your house, my gift to you. അപ്പൊ എന്താണ് പറഞ്ഞു എംപ്ലോയർ, എന്താ പറഞ്ഞ കോൺട്രാക്ടർ? എല്ലാം നോക്കിയിട്ട് ആ വാതിലില് ആ ഡോറിന്റെ ചാവി കാർപ്പൻറ്ററിന് കൊടുത്തു. എന്താണ്, ഈ വീട് നിനക്ക് വേണ്ടിയിട്ടാണ്, ഇതിന്റെ വക ഒരു ഗിഫ്റ്റ് ആണ്. ദ കാർപ്പൻറ്റർ വാസ് സർപ്രൈസ്ഡ്. അപ്പൊ കോൺട്രാക്ടർ പറഞ്ഞത് എന്താണ്, അവസാനമായിട്ട് റിട്ടയർ ആവല്ലേ, ഒരു വീട് എനിക്ക് ഉണ്ടാക്കിത്താ. പക്ഷെ ആ വീട് ആർക്കായിരുന്നു? കാർപ്പൻറ്ററിന് വേണ്ടിയിട്ടാണ്. കാർപ്പൻറ്ററിന് ആ ചാവി കൊടുക്കും, ഇതിന്റെ വക ഒരു ഗിഫ്റ്റ് ആണ്. ഇത് കേട്ട ഉടനെ കാർപ്പൻറ്റർ വാസ് സർപ്രൈസ്ഡ്, ബട്ട് ഹി വാസ് നോട്ട് ഫീലിംഗ് ഗുഡ് ആസ് ഹി ഫെൽറ്റ് എ ഡീപ് ഷെയിം ഇൻസൈഡ് ഹിം. എന്തുകൊണ്ട് അവനത് ഈ വീട് എടുക്കണത് നല്ലത് തോന്നിയില്ല, അവന് നാണക്കേടായിരുന്നു. എന്തുകൊണ്ടാണ്? അവൻ പണിതത് വസ്തുക്കൾ എന്തായിരുന്നു? ചെറിയ ചീപ്പ് ക്വാളിറ്റിന്റെ വസ്തുക്കൾ വെച്ചിട്ടാണ് എടുത്തത്. ഇഫ് ഹി ഹാഡ് ഓൺലി നോൺ ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്. അവൻ അറിഞ്ഞിരുന്നില്ല അവന്റെ വീട് തന്നെയാണ് ഉണ്ടാക്കണ്ടായിരുന്നത്. ഹി വാസ് ബിൽഡിംഗ് ഹിസ് ഓൺ ഹൗസ്. ഹി വുഡ് ഹാവ് ഡൺ ഇറ്റ് ഓൾസോ ഡിഫറെന്റ്ലി. അവന് വേണ്ടിയിട്ടാണ് വീടെന്ന് അറിഞ്ഞില്ല. അവനാണെങ്കിൽ അവന് ഒന്നും കൂടി നല്ല മോഡലിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. നൗ ഹി ഹാഡ് ടു ലിവ് ഇൻ ദ ഹോം ദാറ്റ് വാസന്റ് ബിൽഡ് ദാറ്റ് വേ. ഇനി നിവർത്തിയില്ല, ശരിക്ക് പണിയാത്ത വീട്ടില് അവന് എന്തായാലും താമസിച്ചേ പറ്റൂ. അപ്പൊ അതാണ് സ്റ്റോറി. വൈ ഡിഡ് ദ കാർപ്പൻറ്റർ വാണ്ട് ടു റിട്ടയർ? എന്താണ് റിട്ടയർ? എന്തുകൊണ്ടാണ്? ഹി വാണ്ട് ടു ലീവ് എ മോർ ലക്ഷറി ലൈഫ്. ഇതാണ് ആൻസർ കേട്ടോ. He want to live a more leisurely retired life with his wife and his he live a more leisurely retired life with his wife and the family. What was the
What was the contractor's request? എന്താണ് കോൺട്രാക്ടറിന്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? To build just one more house for him. എന്തായിരുന്നു? The last line, first paragraph, last line. The carpenter's request was to build just one more house for him. How did he build the last house? എന്തെങ്ങനെയാണ് last house? He built പറഞ്ഞാൽ ഇവിടെ T വരിക. He built the last house with cheap workmanship and used inferior materials for building. He restored. ഏതാണ് മൂന്നാമത്തെ ആൻസർ? He restored. എന്താണ്? He restored to cheap workmanship and used inferior qualities for his house for his career. അതാണ് വരിക കേട്ടോ ആൻസർ. Was the carpenter happy to receive the house as a gift? കാർപ്പന്റിന് സന്തോഷം ഉണ്ടായിരുന്നോ? No. Why? എന്തുകൊണ്ട്? No, the carpenter was not happy to receive the house as a gift because it was not built that well. എന്താണ് ആൻസർ? No, the carpenter was not happy to receive the house as a gift because the house wasn't built that well. Give a suitable title to the passage. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ ഇത് കൊടുക്കാം. കാർപ്പന്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ a carpenter and his എന്താണ് ഒരു ടൈറ്റിൽ പറഞ്ഞേ? ഗിവ് ഇറ്റ് എ സൂട്ടബിൾ ടൈറ്റിൽ. ഇതിനൊരു തലക്കെട്ട്, ഈ സ്റ്റോറിക്ക് ഒരു ഇത് കൊടുക്കണം. കാർപ്പന്റർ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് പുസ്തകത്തിന്റെ മോളിൽ suitable. Answer any one from the questions given below. Each question carries 5 marks. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ഏതെങ്കിലും ഒന്നേ ചെയ്യാവൂ. Imagine Tile narrates the incidents that happened in the palace to one of his friends. Narrates incidents that happened in the palace to Tile എന്താണ് ഈ അവന്റെ ഫ്രണ്ടിനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ നറേഷൻ എഴുതുമ്പോ ഇമാജിൻ ടൈൽ നറേറ്റ്സ്, അവൻ നറേറ്റ് അവനവന്റെ കഥ പറയാണ്. വിഷ് ടു ബി കൗട്ട് ബൈ ഇംപ്രസ് ആർട്യൂക്ക്, അതൊക്കെയാണ് പറയണത്. ആസ് ടു ഡ്രോ ദ ത്രെട്ടൻസ് ടു പെയിന്റ് ഫ്രം യങ്. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റോറി എഴുതാം, എന്താണ് ആ കഥയിൽ സംഭവിക്കുന്നത്. നറേറ്റീവ് ഉദ്ദേശിക്കുന്നത് ആ കഥയിൽ എന്തൊക്കെയാണ് നടക്കണത്. അപ്പൊ ഈ പോയിന്റ്സ് വെച്ചിട്ട് വേണം നറേറ്റീവ് എഴുതാന്. Imagine that a meeting is arranged in your school to congratulate Velasco on his adventures, escape from the Colombian shipwreck. Prepare the text of the speech to congratulate him. വെലസ്കോ എങ്ങനെയാണ് രക്ഷപ്പെട്ട് കടലിൽ നിന്ന് വരുന്നത്, അപ്പൊ അതിനൊരു അഭിനന്ദിച്ചിട്ടൊരു സ്പീച്ച് എങ്ങനെയാവും? റെസ്പെക്റ്റഡ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ? റെസ്പെക്റ്റഡ് ടീച്ചർ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളുടെ മീറ്റിംഗ് അപ്പൊ സ്കൂളിലാവുമ്പോ നിങ്ങൾക്ക് പറയാം ഇങ്ങനെ എന്താണ്, എങ്ങനെയാണ് വെലസ്കോ രക്ഷപ്പെട്ട് വന്ന കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അതുപോലെ ഒരു ചോദ്യം ഉണ്ട്. Respected ladies and gentlemen, today I stand before you to say a few words about
എന്തിനെ കുറിച്ചിട്ടാണ്? ദാറ്റ് ഹൗ വെലസ്കോ ഓൺ ഹിസ് അഡ്വഞ്ചർ എസ്കേപ്പ് ഫ്രം ദ കൊളംബിയൻ ഷിപ്രക്ക്. അങ്ങനെ വെച്ചിട്ട് സ്പീച്ച് അയാളെ അഭിനന്ദിച്ചിട്ട് വേണം എഴുതാൻ. പിന്നെ നെക്സ്റ്റ് വൺ സ്പീച്ചിന്റെ ഫോർമാറ്റ് അറിയില്ല നിങ്ങൾക്ക്? സ്പീച്ചിന്റെ ഫോർമാറ്റ് നെക്സ്റ്റ് വൺ, പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് ഇൻ ദ ലെസൺ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് ഏതിന്റെ? ക്യാരക്ടർ സ്കെച്ച് ആണ് എഴുതേണ്ടത്. ആരെ? ബോയ് ഹു ഡ്രൂ. എന്തായിരുന്നു ആ കുട്ടീനെ പഠിക്കാൻ ഒരു ടെമ്പിളിൽ കൊണ്ടാക്കുന്നുണ്ട് പ്രീസ്റ്റ്. ഹീസ് വെരി വീക്ക് ആൻഡ് small and he's not fit for hard work, and he was clever, obedient, and what was his hobby? To draw cats. അങ്ങനെ എപ്പോഴും cats വരയ്ക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇതിൽ ആൻസർ ഇനി 2 ആണ്, ചോയ്സ് ഉണ്ട്, അത് എഴുതാം. പിന്നെ the arts club of your school had decided to conduct a painting competition, find the young talents. As the arts club secretary, prepare a notice to inform the students, give the details such as venue, time and date. അപ്പൊ ഇവിടെ വെന്യൂ പറഞ്ഞ എന്താണ്? പ്ലേസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ എന്തെഴുതണം? നിങ്ങൾ സ്കൂളിന്റെ പേര് എഴുതണ്ട, ഏതെങ്കിലും നോട്ടീസ് ഹെഡിങ് എഴുതിയിട്ട് GHS സ്കൂൾ എഴുതാം. എന്നിട്ട് എന്തിന്റെ പരിപാടിയാണത്? പെയിന്റിംഗ് കോമ്പറ്റീഷൻ അല്ലെ? അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയണം എന്തിനെ കുറിച്ചിട്ടാണ് നോട്ടീസ്. അപ്പൊ ആദ്യം ഹെഡിങ് നോട്ടീസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കൂളിന്റെ പേര് എഴുതുന്ന പകരം GHS സ്കൂൾ എഴുതുക. പിന്നെ എന്താ എഴുതുക? അത് എന്തിനെ കുറിച്ചിട്ടാണ്? പെയിന്റിംഗ് കോമ്പറ്റീഷൻ. എന്നിട്ട് പറയാം ഡിയർ ഫ്രണ്ട്സ് എഴുതുക. എന്നിട്ട് അടുത്ത വരിയിൽ എന്ത് എഴുതണം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എഴുതാം. ദ ആർട്സ് ക്ലബ് ഓഫ് യുവറിന്റെ പകരം അവർ സ്കൂൾ എഴുതാം. ദ ആർട്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാഡ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ പെയിന്റിംഗ് കോമ്പറ്റീഷൻ ടു ഫൈൻഡ് ഔട്ട് ദ യങ് ടാലൻസ് ഓൺ. അപ്പൊ എന്താണ് ഇതില്? അപ്പൊ ഡിയർ ഫ്രണ്ട്സ് എഴുതിയിട്ട് ദ ആർട്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാഡ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ പെയിന്റിംഗ് കോമ്പറ്റീഷൻ വരെ എഴുതിയിട്ട് ഓൺ ഡേറ്റ് ഇടുക. ഓൺ 24th 8 2024 at 10 AM in the school auditorium. പെയിന്റിംഗ് കോമ്പറ്റീഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. ഇനി എന്താണ്? ടൈം എഴുതുക, ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, വെന്യൂ എഴുതുക. ഓൾ ആർ വെൽക്കം. അത് 4 മാർക്കിന്റെയാണ്, ഇത്രയും എഴുതിയാൽ മതി. എങ്ങനെ എഴുതേണ്ടത്? ആദ്യം GHS സ്കൂൾ എഴുതുക, അത് കഴിഞ്ഞിട്ട് പെയിന്റിംഗ് കോമ്പറ്റീഷൻ എഴുതുക, അത് കഴിഞ്ഞിട്ട് എന്താ എഴുതണം? ഡിയർ ഫ്രണ്ട്സ് എഴുതിയിട്ട് എന്ത് എഴുതണം? ദ ആർട്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ്. അത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് കേട്ടോ. ഹാഡ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഓൺ, ഡേറ്റ് ഇടുക, ഓൺ അറ്റ്, സമയം വരുമ്പോ അറ്റ് ഇടുക, 10 AM ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, വെന്യൂ എഴുതുക. മനസ്സിലായോ? ഡേറ്റ്, ടൈം, വെന്യൂ. അങ്ങനെ ഡേറ്റ് എഴുതുക, ടൈം, വെന്യൂ പറഞ്ഞാൽ പ്ലേസ്, സ്കൂൾ ഓഡിറ്റോറിയം, സ്കൂൾ ഹാൾ എന്ന് എഴുതാം. പിന്നെ താഴെ എഴുതുക ഓൾ ആർ ഇൻവൈറ്റഡ്. ഇതാണ്, ഇങ്ങനെയാണ് നോട്ടീസ് എഴുതേണ്ട രീതി. മനസ്സിലായോ? നോട്ടീസ് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ചോയ്സ് രണ്ട് ചോദ്യങ്ങൾ എഴുതാവും. ഇനി നെക്സ്റ്റ് വൺ, വെലസ്കോ could not believe that he was alive. He wrote his feelings in his diary. Write the likely diary entry. Diary എഴുതുമ്പോൾ
ആദ്യം ഡേറ്റ് എഴുതാ, അത് കഴിഞ്ഞിട്ട് ഡേ എഴുതാ, പിന്നെ എല്ലാതും ഫസ്റ്റ് പേഴ്സൺ ആയി വെച്ചിട്ട് വേണം എഴുതാന്. ഇങ്ങനെ എഴുതാ, ഐ വെച്ചിട്ട്. ഐ കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം അലൈവ്. എല്ലാം ഐ വെച്ചിട്ട് എഴുതിയിട്ട് അവസാനം വെലസ്കോ എഴുതാ. ഐ വാസ് ഡ്രൗൺഡ് ഇൻ ദ ഷിപ്പ്. മൈ ഫ്രണ്ട്സ് വെർ ഓൾസോ ഡ്രൗൺഡ്. അവർ ഷിപ്പ് വാസ് വാനിഷ്ഡ് ഇൻ ദ സീ ഒക്കെ പറഞ്ഞിട്ട് എഴുതാം. അതിലത്തെ കഥയിലുള്ള ഇതുപോലെ. Next one, some parts of the conversation between the little boy and the mother in the lesson. The little round red house is missing. Little round red house ന്റെ കുറച്ച് കാര്യങ്ങൾ എന്താണ് മിസ്സിംഗ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് നോക്കുക. മോം ഐ ഡോ, ഇത് ഗ്രാമർ ആണ്, 3 മാർക്കിന്റെ വരിക. മോം ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഐ ആം ബോർഡ്. എന്താണ് ആ കുട്ടിയുടെ കഥ? അവൻ ബോറടിച്ച റെയിനി ഡേ ആണ്, പുസ്തകം വായിച്ചിട്ടും ടോയ്സ് ആയിട്ട് കളിച്ചിട്ടും ഒക്കെ അവന് ബോറടിച്ചു. വൈ ഡോണ്ട് യു ഡ്രോ പിക്ചേഴ്സ് ഓർ റീഡ് ബുക്സ്? ഐ ഹാവ് ഓൾറെഡി ഡൺ ഓൾ ദീസ്. ഓ യു വാണ്ട് സംതിങ് ന്യൂ ടു ഡു. യു വാണ്ട് സംതിങ്, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് വരിക. അപ്പൊ യു വാണ്ട് പറയുമ്പോ ഇവിടെ വെർബ് ഏതാണ്? വാണ്ട് ആണ്. അപ്പൊ V1 വന്നാൽ വാണ്ട് ഏത് ഫോമിലാണ്? V1 വന്നാൽ ഡു ആണ് വരിക. ഡൂന്റെ ഒപ്പം നെഗറ്റീവ് വേർഡ് ഉപയോഗിച്ചാൽ നോട്ട് ആവും. അപ്പൊ ഡോണ്ട് യു എന്താ വരിക ഇവിടെ? എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ആദ്യം ഇതുപോലെ ഓക്സിലറി വെർബ്സ് നോക്കുക, മോഡൽ ഓക്സിലറീസ് നോക്കുക, പിന്നെ വെർബ് നോക്കുക. ഈ 3 രണ്ടും ഇല്ലെങ്കിൽ വെർബിൽ പോകും. അവിടെ വെർബ് എന്താണ്? വാണ്ട് ആണ്. അപ്പൊ V1 വന്നാൽ അവിടെ ഡു ഉണ്ട്. ഡൂന്റെ ഒപ്പം നോട്ട് ചേർത്തി കഴിഞ്ഞാൽ എന്തായി മാറി? ഡോണ്ട്. അപ്പോ ഡോണ്ട് യു എന്താ വരിക? ഡോണ്ട് യു. ഓക്സിലറി വെർബ് ഡു വന്ന. V2 വന്നാലോ? V2 വന്ന ഡിഡ് ആണ് വരിക. V2 വന്ന ഡിഡ്. ഡിഡിന്റെ ഒപ്പം നോട്ട് ചേർത്ത ഡിഡ്ന്റ്. അതുപോലെ ES ഡു, ഡിഡ്, പിന്നെ ഏതാ വരിക? ഡസ്. എസ് അല്ലെങ്കിൽ ES വന്നാൽ അങ്ങനത്തെ വേർഡ്സ് വെർബിൽ അപ്പോ ഡസൻറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം, ഓർമ്മിച്ച് വെക്കണം. ഡു വന്ന V1, ഡിഡ് വന്ന V2, എസ് വന്നാല് ഡസൻറ്റ്. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്യുക. അപ്പോ ഇതില് യു വാണ്ട് സംതിങ് ന്യൂ ടു ഡു പറഞ്ഞ ഡോണ്ട് യു. ഇനി യെസ്, okay, then you may go out and find a little round red house with no windows and doors. I can't tell you. Can you tell you where I can find the house? അങ്ങനെ ചോദിച്ചൂടെ? അപ്പൊ എന്താ പറയുക? I can't tell you where I can't tell you where I can find the red house. അങ്ങനെ ചോദിച്ചാലും മതി. അപ്പൊ I can't, can you tell me? അങ്ങനെ can you tell me? I can't tell you. Can you tell me? എന്താ വരിക? Can you tell me? ചോദ്യം ചിഹ്നം വന്നുകൊണ്ട് അപ്പൊ ചോദ്യം വരുന്നു. I can't tell you. അപ്പൊ ഇത് ഉത്തരം നോക്കിയിട്ട് വേണം ചോദ്യം ഉണ്ടാക്കണം. Can you tell me? Yes, അപ്പൊ ഉത്തരം നോക്കുക. ഇതിൽ എന്താ പറയണത്? Yes, I will surely find it. Will you find it? ഇവിടെ yes or no questions ആണ്. yes or no questionsil എന്താ വരിക? yes or no questionsil നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ട്. yes, I will surely find it. അപ്പൊ ഇതിൽ ഓക്സിലറി വെർബ് will ആണ്. അപ്പൊ will വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. will you find it? ചോദ്യചിഹ്നം ഉണ്ടാക്കണേ. will you find it? അപ്പൊ yes, I will. yes or no questionsil നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ നോക്കണം ഓക്സിലറി വെർബ്സ് നോക്കുക, മോഡൽ ഓക്സിലറീസ് നോക്കുക, വെർബ് നോക്കുക. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് മോഡൽ ഓക്സിലറി ഇല്ലെങ്കിൽ വെർബ്. അപ്പൊ ഇത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ടാഗിലും ബാധകമാണ്. എന്താണ് yes or no ക്വസ്റ്റ്യൻസിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നല്ല പോലെ നോക്കണം. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്, മോഡൽ ഓക്സിലറീസ്, ഇതൊക്കെ
നോക്കണം. ഇനി നെക്സ്റ്റ് എന്താണ്? വേർഡ് പിരാമിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വേർഡ് തന്നു, ഹൗസ്. ഹൗസ് വെച്ചിട്ട് അത് ആർട്ടിക്കിൾസോ ഉപയോഗിച്ചിട്ട് നമുക്കത് ഒരു മീനിങ് സെന്റൻസിലേക്ക് മാറ്റണം. അപ്പൊ ഹൗസ്, ദ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ്, ദ ബ്യൂട്ടിഫുൾ ബിഗ് ഹൗസ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പൊ ഇനി ചെയർ എങ്ങനെ എഴുതും? ചെയറിന്റെ ഇത് ദ ചെയർ, ദ സ്മോൾ ചെയർ, ദ സ്ട്രോങ് ബിഗ് ചെയർ. സ്ട്രോങ് പറഞ്ഞാൽ നല്ല ബലമുള്ളത്. ദ സ്ട്രോങ് ബിഗ് ചെയർ ഇൻ ദ house or in my house. എങ്ങനെ എഴുതും? chair, the small chair എഴുതാം, the strong small chair, the strong small chair in my house. അപ്പൊ അത് ശ്രദ്ധിക്കുക. വേർഡ് പിരാമിഡ് 3 മാർക്കിന്റെയാണ്. നല്ല പോലെ പഠിച്ച് എഴുതുക. ഇനി നെക്സ്റ്റ് പ്രൊഫൈലാണ് ഗാബ്രിയൽ ഗ്രേസിയ. അപ്പൊ പ്രൊഫൈൽ എപ്പോ എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, മാസവും ഡേറ്റും തന്നിട്ടുണ്ടെങ്കിൽ ഓൺ, വർഷം മാത്രം വെൻ ഇയർ ഈസ് ഗിവൺ അപ്പോൾ ഇന്ന് വരും. അപ്പൊ ഇവിടെ ഡേറ്റും മാസവും തന്നിട്ടില്ല. അപ്പൊ എങ്ങനെ എഴുതും? ആദ്യം നിങ്ങൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഹെഡിങ് എഴുതുക. ഹെഡിങ് എന്താണ്? ആര് പ്രൊഫൈല് തന്നിട്ട് ആ പേര് എഴുതുക. അപ്പൊ പേര് എഴുതണം ഗാബ്രിയൽ ഗ്രേഷ്യ മാർക്കസ്. എന്നിട്ട് വേണം പ്രൊഫൈലിൽ ആ പേര് വെച്ച് തുടങ്ങണം. ഗാബ്രിയൽ ഗ്രേഷ്യ മാർക്കസ് വാസ് born on 6th March 1927 at Columbia. പ്ലേസ് വരുമ്പോ at. He was known as, ഇതിന് മുമ്പിൽ ചേർത്തിയാൽ മതി. He was known as Gabo. He was famous as, ഇതിലെല്ലാം നമുക്ക് എന്താണ് ചേർക്കണം? He was famous as novelist, short story writer and journalist. പിന്നെയോ his notable works are, ഇതിലെല്ലാം പ്രൊഫൈൽ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്, കഴിഞ്ഞ കാര്യം. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ആദ്യം ഹെഡിങ് എഴുതാ ഗാബ്രിയൽ ഗ്രേഷ്യ മാർക്കസ്, എന്നിട്ട് ബോൺ ഓൺ, വർഷം മാത്രം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് എഴുതാ, പ്ലേസ് എഴുതുമ്പോ അറ്റ് എഴുതാ. പിന്നെ നമ്മൾ എല്ലാത്തിനും he was known as Gobo, he was famous as novelist, short story writer and journalist. പിന്നെ ഹിസ് നോട്ടബിൾ അവാർഡ്സ് വേർ, കുറെ ഉണ്ട് അവാർഡ്സ്, പാസ്റ്റ് ടെൻസിലാവുമ്പോ വേർ ആവും പാസ്റ്റ് ടൈം. ദ ന്യൂസ്റ്റെഡ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972, നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. ഹിസ് ബെസ്റ്റ് നോവൽസ്, അപ്പൊ അതും എങ്ങനെ എഴുതും? ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ഏതൊക്കെയാണ്? ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ്. അപ്പൊ ഇതിലും നമ്മൾ ഹിസ് ചേർക്കുക. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് വേർ, കുറെ എണ്ണം ഉണ്ട്. നമ്മള് പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ആർ ഉപയോഗിക്കുക. കുറെ എണ്ണം ഉണ്ടെങ്കിൽ ആർ, ഒറ്റ എന്നുണ്ടെങ്കിൽ ഈസ്. പക്ഷെ പാസ്റ്റ് ടെൻസ് ആവുമ്പോ ഈസ് എന്തായി മാറും? വാസ്. ആർ എന്തായി മാറും? വേർ. അപ്പൊ ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് വേർ 100 years of solitude. അത് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നെ വർഷം എഴുതാം. ഇൻ 1967 അല്ലെങ്കിൽ ഇൻ ചേർത്തിട്ട്. ദ ഓട്ടം ഓഫ് ദ പെട്രിയാർക്ക് ഇൻ 1985, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ ഇൻ 1985. പിന്നെ ഇത്രയും ഇത് ബെസ്റ്റ് വർക്ക്സ്. അപ്പൊ ഹിസ് നോട്ടബിൾ അവാർഡ്സ് വേർ, എന്താ ചേർത്തത്? ഹിസ് ചേർത്ത്. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ്. അപ്പൊ ഇവിടെ ഹിസ് നോട്ടബിൾ അവാർഡ്സും ചേർത്തു, ഹിസ് ബെസ്റ്റ് നോൺ നോവൽസും. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളതിൽ എന്താ ചേർത്തത്? ബോൺ ഓൺ, അറ്റ് എഴുതുക. ഹി വാസ് നോൺ ആസ്, ഹി വാസ് ഫേമസ് ആസ്, ഇതിൽ ഹിസ്സും. പിന്നെ ഹി ഡൈഡ് ഓൺ, ഇതിലും ഹി ഡൈഡ് ഓൺ, മാസവും ഡേറ്റും തന്നിട്ടുണ്ട്. ഹി ഡൈഡ് ഓൺ 17th April 2014 മെക്സിക്കോ അറ്റ് ദ ഏജ് ഓഫ് 87. 87 വയസ്സിൽ മരിച്ചു എന്നാണ് പറയണത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഹെഡിങ് എഴുതാ, ആദ്യം പ്രൊഫൈലിൽ ഹെഡിങ് എഴുതാ. ഹെഡിങ് എഴുതിയിട്ട് ആ പേര് വെച്ചിട്ടുണ്ട് നിങ്ങൾ തുടങ്ങണം. പ്രൊഫൈല് വാസ് ബോൺ ഓൺ March 6, 1927. പിന്നെ അറ്റ് കൊളംബിയ, പ്ലേസ് വരുമ്പോ അറ്റ് ഇടുക. ഹി വാസ് നോൺ ആസ് ഗാബോ, ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. ഹിസ് നോട്ടബിൾ അവാർഡ്സ് വേർ ദ ന്യൂസ്റ്റെഡ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972 and Nobel Prize for Literature in 1982.
ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് വേർ. അപ്പൊ ഞാൻ പറഞ്ഞു 6 പ്രസന്റ് ടെൻസിലാ വരിക. കുറെ എണ്ണം ഉണ്ടാവുമ്പോ ഒന്നാവുമ്പോ ഈസ് വരും, അതിന്റെ പാസ്റ്റ് വാസ്. കുറെ എണ്ണം ഉണ്ടാവുമ്പോ 6 വരും, അതിന്റെ പാസ്റ്റ് ടെൻസ് വേറെ. അപ്പൊ ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് വേർ 100 years of solitude 1960. വർഷം എപ്പോ വന്നാലും അവിടെ ഇന്നാണ്, ഡേറ്റും മാസവും തന്ന ഓൺ വരും. The autumn of the patriarch in 1985. Love in the time of cholera in 1985. He died on 17th April 2014, Mexico, at the age of 87. അപ്പൊ ഇത്രയും ഇതാ പ്രൊഫൈല് നേരം പോലെ എഴുതിയാൽ തന്നെ 5 മാർക്കാണ് വരിക. അതിലൊന്നുമില്ല, ബാക്കി അതിന് നോക്കി എഴുതിയാൽ മതി, ഹിസ്സും ഹീയും ഒക്കെ ചേർത്തിയാൽ മതി. ഇനി ലാസ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. എഡിറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ദ ബോയ് പെയിന്റഡ് എ ഗ്രേറ്റ് മെനി cats upon the screen. Then he began to felt very sleepy. അപ്പൊ ഇത് ഏത് പാഠത്തുനിന്നാണ്? ആദ്യം നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ഏത് പാഠത്തുനിന്നാണ് വരുന്നത്? The boy painted a great പറഞ്ഞ എന്താണ്? The boy painted a, അതിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? ഗ്രേറ്റ് മെനി കാറ്റ്സ്. സ്പെല്ലിംഗ് നോക്കേ, GRAT. എന്താണ് ഗ്രേറ്റ്? എവിടുന്നാണ് ഈ ലൈൻസ്? എപ്പോഴാണ്? അവന് മറ്റേ ടെമ്പിളിൽ പോവുകയാണ്. ടെമ്പിളിൽ പോയിട്ട് അവൻ എന്ത് ചെയ്തു? അവിടെ കുറേ അതിനെ വരച്ചു. എന്നിട്ട് എന്താ സംഭവിക്കണത്? അവന് ഉറക്കം വരികയാണ്. ഹി മെയ്ഡ് വെരി ഗ്രേറ്റ്. ഗ്രേറ്റിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? GREAT. Great many cats upon screen, and then he began to feel very sleepy. Feel sleepy എന്നാണ് വരിക. Felt sleepy അല്ല, feel sleepy. So this is the question. And he made very great. വലിയ വലിയ പൂച്ചകളെ വരച്ചു അല്ലേ? വലിയ വലിയ പൂച്ചകളെ വരച്ചിട്ട് എന്ത് ചെയ്തു? he feel very sleepy. അപ്പൊ ഇവിടെ ഗ്രേറ്റ് പറഞ്ഞാല് the boy painted great. ഗ്രേറ്റിന് സ്പെല്ലിംഗ് നോക്കിക്കുക. സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കണം. ഇതില് GREAT. Great slept upon the screen, and then he began to feel. FEEL. അപ്പൊ നിങ്ങൾ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത് പേര്, ഒരു സ്ഥലത്തിന്റെ പേരോ ഒരു ആളിന്റെ പേരോ, നെയിം ഓഫ് എ പ്ലേസ് ഓർ എ പേഴ്സൺ, ഇറ്റ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാവും. അത് ഇടയിൽ എവിടെ വന്നാലും ഒരു ആളുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ ആണെങ്കിൽ, ഇപ്പോ പാലസ് ഓഫ് ബാറ്റൻബർഗ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിലാവും, ബാറ്റൻബർഗ്. പിന്നെ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ അതെന്തെല്ലാം വരിക? സെന്റൻസ് തുടങ്ങുമ്പോൾ അത് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലിലായിരിക്കണം. ഫസ്റ്റ് ലെറ്റർ, സെന്റൻസ് ഷുഡ് ബിഗിൻ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വവൽസ് വരുമ്പോൾ ഏതാണ്? ആൻ ആണ് വരിക. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 3 എണ്ണം, എ, ആൻഡ്, ദ. അപ്പൊ വവൽസ് AEIOU വരുമ്പോൾ അവിടെ എപ്പോഴും ആൻ എന്നാ വരിക. അപ്പൊ എഡിറ്റിംഗിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്പെല്ലിംഗ്, ഫോം, പിന്നെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണത്. വവൽസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് എപ്പോഴും ആൻ എന്നാണ് വരിക. ഏത് വവൽസ് ഒക്കെയാണ് വരുമ്പോ ആൻ ഉപയോഗിക്കുക? AEIOU. ഇതിന്റെ മുമ്പിൽ ഈ വവൽസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആൻ. എ, ആൻ, ദ എന്താണ് അറിയപ്പെടുക? ആർട്ടിക്കിൾസ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ചു വെക്കണം. ആർട്ടിക്കിൾസ് എ ആൻഡ് ദ. പിന്നെ ആൻ എപ്പോഴും ഉപയോഗിക്കുക? AEIOU വവൽസ്. അപ്പൊ എഡിറ്റിംഗിൽ നമുക്ക് സ്പെല്ലിംഗ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ആർട്ടിക്കിൾസ്, പിന്നെ വേർഡ് ഓർഡർ, ഫോം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തരും. ഇതൊക്കെ
ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. നല്ല പോലെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാന്.